ശക്തമായ ബാറ്റിംഗ് നിരയാണ് പഞ്ചാബ് കിങ്സിന്റെ കരുത്ത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കൊപ്പം റിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേരുന്ന മുൻനിര ഏത് ബൗളിംഗ് നിരയെയും തകർക്കാൻ കെൽപ്പുള്ളത്. മധ്യനിരയിൽ സ്റ്റോയിനിസിന്റെയും യാൻസിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. ബൗളിംഗിൽ അർഷ്ദീപ് സിംഗിന്റെ കൃത്യതയാർന്ന യോർക്കറുകളും യുസ്വേന്ദ്ര ചാഹലിന്റെ സ്പിൻ മാന്ത്രികതയും പഞ്ചാബ് നിരയ്ക്ക് മൂർച്ച കൂട്ടുന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ കൈകളിലാണ് പഞ്ചാബിന്റെ സകല പ്രതീക്ഷകളും. തന്ത്രശാലിയായ ഒരു ക്യാപ്റ്റൻ എന്നതിലുപരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശ്രേയസിന്റെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഡൽഹിയെ ഫൈനലിലെത്തിച്ചും കൊൽക്കത്തയെ കിരീടത്തിലേക്ക് നയിച്ചും പരിചയമുള്ള അയ്യർ കഴിഞ്ഞ തവണ പഞ്ചാബിനെ റണ്ണേഴ്സ് അപ്പ് ആക്കി. കിരീട നഷ്ടത്തിന്റെ നിരാശ ഇത്തവണ മാറ്റി തീരൂ. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ മൂന്നാമത്തെ ഫൈനലിൽ കാലിടറിയെങ്കിലും RCBയോട് തോറ്റ മൈതാനത്ത് തന്നെ കിരീടമുയർത്തി ഗംഭീര തിരിച്ചുവരവിനാണ് ശ്രേയസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ കരുത്തുറ്റ നിരയ്ക്കിടയിലും ചില ആശങ്കകൾ പഞ്ചാബിനെ അലട്ടുന്നുണ്ട്. നിർണായക മത്സരങ്ങളിലെ സമ്മർദ്ദം അതിജീവിക്കുക ടീമിനെ പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ ഫൈനലിൽ നേരിട്ട തകർച്ച ആവർത്തിക്കാതിരിക്കാൻ മാനേജ്മെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. കൂടാതെ പേസ് ബൗളിംഗ് നിരയിൽ പരിക്കിന് സാധ്യതയുള്ള താരങ്ങൾ ഉണ്ടെന്നതും സീസണിനിടയിൽ വെല്ലുവിളിയാകും. കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പ് എന്ന പദവിയിൽ നിന്ന് ചാമ്പ്യന്മാരിലേക്ക് ഉയരാൻ പഞ്ചാബ് ഇത്തവണ സർവ്വസജ്ജമാണ്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കന്നി കിരീടം നേടാൻ ഉറച്ചാണ് ഇക്കുറി പഞ്ചാബ് പട ഇറങ്ങുന്നത്. ചരിത്രം മാറ്റിമറിക്കുമോ ശ്രേയസും സംഘവും? കാത്തിരുന്ന് കാണാം.